نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരന്മാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും അനുഷ്ഠിച്ചും പാലിച്ചും ജീവിക്കുവാൻ നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സർവശക്തനായ അള്ളാഹു അവൻ്റെ വിധിവിലക്കുകളെ യഥാവിധി അനുസരിച്ചും പാലിച്ചും ജീവിക്കുന്ന നല്ലവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ദുനിയാവിൽ നമ്മളെല്ലാവരും ഒരു യാത്രക്കാരാണ്. നമ്മുടെ യാത്രയുടെ സമയം അവസാനിക്കുന്നതോടുകൂടി ഈ ലോകത്തോട് എന്നേക്കുമായി വിട പറയാനുള്ളവരാണ്. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അന ബിദ്ദുനിയ, ഞാനും ഈ ദുനിയാവും തമ്മിൽ എന്തു ബന്ധം? ഇല്ലാ കറാക്കിബിൻ, ഒരു പഥികൻ, ഒരു യാത്രക്കാരൻ മാത്രമാണ് ഞാനിവിടെ. യസ്തളില്ലു തഹ്ത ഷജറ, ഒരു മരത്തിന്റെ തണലിൽ അല്പനേരം വിശ്രമിക്കുന്നു. സുമ്മ റാഹ വതറകഹ, എൻ്റെ ഇവിടുത്തെ ആ ഒരു യാത്രയുടെ കാലാവധി അവസാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ ലോകം വിട്ടു പോവണം. അങ്ങനെയുള്ള ഒരു യാത്രക്കാരൻ മാത്രമാണ് ഞാൻ എന്നുള്ളതാണ്. അദ്ദുനിയ ഫാനിയ, ദുനിയാവ് നശിച്ചു പോകാനുള്ളതാണ്. ഈ ദുനിയാവ് കാലാകാലം നിലനിൽക്കുകയില്ല. നമുക്കും തന്നെ കാലാകാലം ആയുസ് നൽകപ്പെട്ടവരല്ല. നമ്മുടെയൊക്കെ അവധി എത്തിക്കഴിഞ്ഞാൽ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറയാനുള്ളവരാണ്. മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്നതാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ച ഏറ്റവും മർമ്മപ്രധാനമായ ആശയം. ആ ജീവിതത്തിലേക്കുള്ള തയ്യാറെടുപ്പിന്റെ ലോകമാണ് ദുനിയാവ് എന്ന് ഇസ്ലാം നോക്കിക്കാണുന്നു. അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ, പരലോകത്തിന് വേണ്ടിയുള്ള കൃഷിഭൂമിയാണ് ദുനിയാവ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഉഴുതുമറിക്കാം, വിളയിറക്കാം, നട്ടുപിടിപ്പിക്കാം, കളപറിക്കാം. കൊയ്ത്ത് നടക്കുന്നത് പരലോകത്ത് വെച്ചാണ്. ഇവിടെ ദുഷിച്ച കർമ്മങ്ങളും പാപങ്ങളുമാണ് നട്ടുപിടിപ്പിക്കുന്നതെങ്കിൽ മരണാനന്തര ജീവിതത്തിൽ നരകം കൊയ്യേണ്ടി വരും. ഇവിടെ സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും കൊണ്ട് തന്റെ ദുനിയാവിന്റെ ജീവിതത്തെ സമ്പൽ സമൃദ്ധമാക്കിയാൽ പരലോകത്ത് സ്വർഗം നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ദുനിയാവിനെ വർണ്ണിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം
നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഓരോ സമയവും നമുക്ക് വിലപ്പെട്ടതാണ്. അതിന്റെ മഹത്വത്തെ അറിയിക്കാനാണ് നമ്മെ തഴുകി തലോടി കടന്നുപോകുന്ന സമയത്തെ ചൂണ്ടി വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അല്ലാഹു സത്യം വെച്ച് പറയുന്നത്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വല്ലുഹ, പൂർവാഹിനം തന്നെയാണ് സത്യം. വല്ലൈൽ, രാത്രി തന്നെയാണ് സത്യം. വന്നഹാർ, പകൽ തന്നെയാണ് സത്യം. ഇങ്ങനെ നമുക്ക് നൽകപ്പെട്ട വിലപ്പെട്ട സമയത്തെ ചൂണ്ടി അല്ലാഹു മരണാനന്തര ജീവിതങ്ങളെയാണ് ഓർമ്മപ്പെടുത്തുന്നത് എന്ന് കാണാം. മഹാനായ ഹസൻ അൽ ബസ്വരി റഹ്മഹുല്ലാ പറഞ്ഞ ചിന്തനീയമായ ഒരു വാക്കുണ്ട്. ഓരോ മാമിൻ യൗമിൻ തൻശഖു ഫീഹി ശംസ്, ഓരോ ദിവസവും സൂര്യൻ ഉദിക്കുമ്പോൾ ആ ദിവസം നമ്മളോട് വിളിച്ചു പറയുന്നത് പോലെ നമ്മൾ പരിഗണിക്കണമെന്നതാണ്. എന്താണ് ആ ദിവസത്തിന് പറയാനുള്ളത്? അന ഖൽഖുൻ ജദീദ് യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഞാനിതാ ഒരു പുതിയ സൃഷ്ടിയാണ്. വഅല അമലിക ഷഹീദ്, നാളെ പരലോകത്ത് നിന്റെ കാര്യത്തിൽ എന്നെ സാക്ഷീകരിക്കപ്പെടും. അതുകൊണ്ട് ഫഗ്തനിംനി, എന്നെ പരമാവധി നീ മുതലാക്കിക്കോ, ഉപയോഗപ്പെടുത്തിക്കോ. വഇന്നി ഇദാ മളൈതു, ഇന്നത്തെ ദിവസം സൂര്യൻ അസ്തമിച്ചാൽ ഫലാ അഊദു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ എനിക്കൊരു തിരിച്ചുവരവില്ല. അതുകൊണ്ട് 2026 ജനുവരി 10 എന്ന ഒരു ദിവസം ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടുകയില്ല. ആ ദിവസം എന്നേക്കുമായി എന്നോട് സൂര്യൻ അസ്തമിച്ച് വിട പറഞ്ഞിരിക്കുന്നു എന്നതാണ് ഓരോ ദിവസവും വിശ്വാസി സമൂഹത്തോട് വിളിച്ചു പറയുന്നത്. ഈ പ്രപഞ്ചത്തിനൊരു സിസ്റ്റം തന്നെയുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു ദിവസം നേരം പുലരുമ്പോൾ ഇല്ലാ യുനാദി ഫീഹി മലക്കാൻ, 2 മലക്കുകൾ റിക്രൂട്ട് ചെയ്യപ്പെടും. അവർ മനുഷ്യകുലത്തോട് ഒന്നടങ്കം വിളിച്ചു പറയും, മനുഷ്യമക്കളെ, വയാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മയെ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ കടന്നു വരൂ. വയാ ബാഗിയ ശർ അദ്ബിർ, തിന്മയെ ആഗ്രഹിക്കുന്നവരെ കടന്നുപോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നന്മയിലേക്ക് മോട്ടിവേറ്റ് ചെയ്തും തിന്മയെ പ്രതിഷേധിച്ചും 2 മലക്കുകൾ ദിഗന്ധങ്ങൾ മുഴങ്ങുമാറ് മനുഷ്യമക്കളോട് നന്മയിലേക്ക് അവരെ വിളിച്ചു ചേർക്കുന്ന രംഗം, അങ്ങനത്തെ ഒരു സിസ്റ്റം ഈ പ്രപഞ്ചത്തിനുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഓരോന്നും ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. ഇവിടെ അദ്ദുന്യ, ഹസൻ അൽ ബസ്വരി റഹ്മഹുല്ലാ തന്നെ പറഞ്ഞു, ദുനിയാവ് എന്നത് സലാസത്തു അയ്യാം, വെറും 3 ദിവസങ്ങളാണ്. അതിൽ ഒന്ന് അമ്മ അംസി, ഒന്ന് ഇന്നലെയാണ്, മറ്റൊന്ന് ഇന്നാണ്, മറ്റൊന്ന് നാളെയാണ്. ഇതാണ് ദുനിയാവ്. ഇന്നലെയും ഇന്നും നാളെയും എന്നത് മാത്രമാണ് ദുനിയാവ്. അമ്മ അംസി, അതിൽ ഇന്നത് എന്നത് ഫഖദ് ദഹബ ബിമാ ഫീഹി, അത് കടന്നുപോയി, എന്നേക്കുമായി കഴിഞ്ഞുപോയി. അവിടെ എന്തായിരുന്നു എന്ന് ഒരു വേള നമുക്ക് പരിശോധിക്കാം. പക്ഷേ അമ്മൽ ഗദ്, നാളെ എന്ന് പറയുന്നത് ഫലഅല്ലക ലാ തുദ്രികുഹു, ആ നാളെയിലേക്ക് പ്രവേശിക്കാൻ ഒരു പക്ഷേ നിനക്ക് അവസരം കിട്ടിയെന്ന് വരില്ല, ആ നാളെയെ നീ കണ്ടുമുട്ടിയെന്ന് വരില്ല. വല്യവും, എന്നാൽ ദുനിയാവിലെ ഇന്ന് എന്ന് പറയുന്ന ദിവസമുണ്ടല്ലോ, ഫഅമൽ ഫീഹി, ആ ഇന്നിനെ നീ ഉപയോഗപ്പെടുത്തിക്കോ, പരമാവധി മുതലാക്കിക്കോ, നിന്റെ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കിക്കോ എന്നതാണ്. മഹാനായ സുഫിയാൻ സൗരി റഹ്മഹുല്ലാ പറഞ്ഞ വാക്ക് ചിന്തനീയമാണ്. മൻ ലഅബ ബിഉംരിഹി ലയ്യ അയ്യാമ ഹർസിഹി, ആരാണോ തന്റെ ആയുസ് കൊണ്ട് പാഴാക്കുകയും അതുകൊണ്ട് കളിക്കുകയും ചെയ്യുന്നത്, അവൻ ലയ്യ അയ്യാമ ഹർസിഹി, നട്ടുപിടിപ്പിക്കാനുള്ള ദിനരാത്രങ്ങളെയാണ് പാഴാക്കി കളഞ്ഞത്. വമൻ ലയ്യ അയ്യാമ ഹർസിഹി, നട്ടുപിടിപ്പിക്കാനുള്ള അവസരങ്ങളെ ആര് പാഴാക്കിയോ, നദിമ അയ്യാമ ഹസ്വാദിഹി, വിളവെടുപ്പിന്റെ ദിവസങ്ങളിൽ അവൻ നെടുംഖേദത്തിലേക്ക് എടുത്തെറിയപ്പെടും എന്നതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് വെച്ച് ഓരോരുത്തരും താൻ ചെയ്തത് നേടിയെടുക്കുമ്പോൾ മനുഷ്യരിൽ ചിലർക്ക് അന്നത്തെ ദിവസം നിരാശയാണ്. എങ്ങനെ നിരാശപ്പെടാതിരിക്കും? ഖുർആൻ പേര് വിളിച്ചത് തന്നെ യൗമുൽ ഹസ്റ, നെടുംഖേദത്തിന്റെ ദിവസം എന്നാണ്. ഓരോരുത്തരും അവരവർ ചെയ്ത സൽക്കർമ്മങ്ങൾ കൊണ്ട് സ്വർഗം നേടിയെടുക്കുന്നത് കാണുമ്പോൾ ആ സൽക്കർമ്മങ്ങളെ പാഴാക്കിയ മനുഷ്യൻ ഖേദപ്പെടുക എന്നതല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? ഓരോരുത്തരും ചെയ്ത കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമ്പോൾ, തന്റേത് സ്വീകരിക്കാതെ പോകുമ്പോൾ മനുഷ്യന്റെ നെഞ്ചു മുറിയുന്ന, മനസ്സ് പൊട്ടുന്ന വേദനയും അങ്ങേയറ്റത്തെ ഖേദവും നിരാശയും
ഒരു മനുഷ്യനെ പിടികൂടാതിരിക്കുകയില്ല. തനിക്ക് ലഭിച്ച അവസരങ്ങളെ മുഴുവൻ പാഴാക്കി കളഞ്ഞവൻ നാളെ പരലോകത്ത് ഖേദിക്കാതിരിക്കുകയില്ല. പടച്ച റബ്ബിന്റെ തൃപ്തിക്ക് പാത്രീഭൂതമായി ഓരോരുത്തരും തങ്ങളുടെ നേട്ടത്തിന്റെ ഫലങ്ങൾ കൊയ്യുമ്പോൾ നിരാശയോടുകൂടി ദുനിയാവിനെ അടിച്ചു പൊളിച്ച് തകർത്ത് ദുനിയാവിനെ ആഖിറത്തിന് വേണ്ടി ഉപയോഗിക്കാത്ത വ്യക്തികൾ പരലോകത്ത് വെച്ച് ഖേദപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നതാണ് സുഫിയാൻ സൗരി റഹ്മഹുല്ല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിഅമത്താനി, രണ്ട് അനുഗ്രഹമുണ്ട്, മഗ്ബൂനും ഫീഹിമാ കസീറുൻ മിനന്നാസ്, മനുഷ്യരിലെ മഹാഭൂരിപക്ഷവും ആ രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ വഞ്ചിതരാണ്. ഒന്ന് അസ്വഹ, അവന് ലഭിച്ച ആരോഗ്യമെന്ന അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെട്ടു തുടങ്ങുമ്പോഴേ തന്റെ ആരോഗ്യത്തെക്കുറിച്ച് അവന് വീണ്ടും വിചാരം ഉണ്ടാവുകയുള്ളൂ. മറ്റൊന്ന് അവന്റെ സമയമാണ്, അവന്റെ ഒഴിവ് സമയമാണ്. ആ ഒഴിവ് സമയങ്ങളെ അവൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ രണ്ട് അനുഗ്രഹങ്ങളെയും ചൂണ്ടി മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും വഞ്ചിതരായിരിക്കുന്നു എന്ന് പറയുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് നമുക്ക് വേണ്ടി ഇനിയൊരിക്കലും തിരിച്ചു കിട്ടാത്ത സമയത്തെ പരമാവധി ഉപയോഗപ്പെടുത്താനാണ്. സമ്പത്തൊരു പക്ഷേ നമുക്ക് ഇനിയും സമ്പാദിക്കാം, നഷ്ടപ്പെട്ടാലും അത് നേടിയെടുക്കാൻ അവസരമുണ്ട്. പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ തിരിച്ചു പിടിക്കാൻ ഒരിക്കലും ആയുസ്സിൽ സാധിക്കുകയില്ല എന്നതുകൊണ്ട് തന്നെ വഞ്ചിതരാകരുതേ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനിയും സമയം നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനുഷ്യൻ കെഞ്ചിക്കേഴുന്ന സന്ദർഭം മരണസമയത്തുണ്ട്, ഖബറിലുണ്ട്, പരലോകത്തുണ്ട്, നരകത്തിലുണ്ട്. പരിശുദ്ധ ഖുർആൻ സവിസ്തരം അത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. നോക്കൂ നിങ്ങൾ, ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ സത്യവിശ്വാസികളെ പ്രബലനം ചെയ്യുന്ന ഒരു സൂറത്താണ്. സത്യവിശ്വാസികൾ എന്ന പേരിൽ അവതരിപ്പിക്കപ്പെട്ട വചനത്തിലൂടെ അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഹത്താ ഇദാ ജാഅ അഹദുഹുൽ മൗത്ത്, ഓരോരുത്തരിലേക്കും മരണം കടന്നുവരും. അവരെ മരണം പിടികൂടുന്ന ഒരു സമയമുണ്ട്. അതിൽ ഒരു നിരീശ്വരവാദിക്കും പക്ഷാന്തരമില്ല, ഒരു കാഫിറിനും പക്ഷാന്തരമില്ല. മരിക്കുമെന്ന കാര്യത്തിൽ ഒരു ഭൗതികവാദിക്കും തർക്കമില്ലാത്ത വിഷയമാണ്. കല്ല ഇദാ ബലഗത്തി തറാഖിയ, മരണം തർക്കുവയിലെത്തുന്ന ഒരു സമയമുണ്ട്. തർക്കുവ എന്ന് പറയുന്നത് ഈ ചങ്കിന്റെ ഏറ്റവും മുകളിൽ കാണുന്ന എല്ലിനാണ് തർക്കുവ എന്ന് പറയുക. ആ തർക്കുവയിൽ മരണം എത്തി നിൽക്കുന്ന ഒരു സമയം, ഗർഗറ ശബ്ദം പുറപ്പെടുന്ന ഒരു സമയം, ഈ ലോകത്തിൽ നിന്ന് എന്നേക്കുമായി മനുഷ്യൻ വിട പറയുന്ന ഒരു ദിവസം. ആ സമയത്ത് മനുഷ്യൻ അള്ളാഹുവിനോട് യാചിക്കുമെന്നതാണ്. എന്താണ് യാചനയുടെ കണ്ടന്റ്? ഖാല റബ്ബിർജിഉൻ, പടച്ചവനെ ഞങ്ങളെ ഒന്ന് തിരിച്ചു മടക്കി ഈ റൂഹിനെ ഒന്ന് തിരിച്ചു തരാമോ? ലഅല്ലി അഅ്മലു സ്വാലിഹൻ ഫീമാ തറക്തു, ഉപേക്ഷ വരുത്തിയ എല്ലാ സൽക്കർമ്മങ്ങളും ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച മുഴുവൻ വീഴ്ചകളെയും പരിഹരിച്ച് ഞങ്ങൾ സുഹൃതങ്ങൾ ചെയ്തോളാം. എത്രയെത്ര ഫർള് നമസ്കാരങ്ങൾ, എത്രയെത്ര ജമാഅത്ത് നമസ്കാരങ്ങൾ, എത്രയെത്ര നിർബന്ധ നോമ്പുകൾ, എത്ര ഐച്ഛിക നമസ്കാരങ്ങൾ, എത്ര ഹജ്ജിന്റെ അവസരങ്ങൾ, ഉംറയുടെ അവസരങ്ങൾ, എത്ര പരിശുദ്ധ ഖുർആനും പാരായണം ചെയ്യാനുള്ള സമയങ്ങൾ, എത്ര ദിക്റുകൾ ചൊല്ലാനുള്ള മുഹൂർത്തങ്ങൾ എല്ലാം ഞങ്ങൾ പാഴാക്കി കളഞ്ഞവരാണ്. പടച്ചവനെ, ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്തോളാം, ഈ റൂഹിനെ ഒന്ന് തിരിച്ചു തരാമോ? അള്ളാഹു പറയുന്ന വാക്ക്, കല്ല, വേണ്ടടോ, ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, നീ വിടുവായിത്തം പറയണ്ട, നിന്റെ വായയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെറും വാക്കാണ് നീ പറയുന്നത്. അതുകൊണ്ട് ഇനി ഒരിക്കലും നിനക്കൊരു തിരിച്ചു വരവോ തിരിച്ചു മടക്കമോ ദുനിയാവിലേക്ക് ഒരു ജീവിതമോ നിനക്കില്ല. വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ ദുനിയാവുമായുള്ള നിങ്ങളുടെ ബന്ധം മുറിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നോമ്പ് നോൽക്കാൻ കഴിയില്ല, ഇനി നിങ്ങൾക്ക് വേണ്ടി നമസ്കരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ഇനി നിങ്ങൾക്കായി ഒരു നോമ്പെടുക്കാൻ അവസരമില്ല. ഇതാ എന്നേക്കുമായി നിങ്ങളോട് ഈ ദുനിയാവുമായുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന് ഭീതിതമായ നരകത്തിലാണ്. ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിൽ ഒരു ക്യാമറ കണ്ണിൽ പകർത്തിയതുപോലെ നരകത്തിലെ വിലാപത്തിന്റെ ശബ്ദം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. വഹും യസ്റിഖൂന ഫീഹാ, നരകത്തിൽ കിടന്ന് എരിയുന്ന മനുഷ്യർ അതിൽ കിടന്ന് വാവിട്ട് കരയുമെന്നാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ആ വിളി ഹൃദയഭേദകമാണ്, അത് ഖേദത്തിന്റെ വിളിയാണ്, അത് നഷ്ടദുഃഖത്തിന്റെ വിളിയാണ്, അത് കാരുണ്യത്തിന് വേണ്ടിയുള്ള യാചനയാണ്. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അഖ്രിജ്നാ, ഞങ്ങളെ ഒന്ന് പുറത്തിറക്കി തന്നേക്കൂ, നഅമൽ സ്വാലിഹ,
ഞങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്ത ആളാണ്. ഗൈറല്ലദീ കുന്നാ നഅമൽ, ഇതുവരെ ഞങ്ങൾ ചെയ്യാത്ത ഏതൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ചോദിക്കുകയാണ്, അവലം നുഅമ്മിർക്കും, നിങ്ങൾക്ക് ഞാൻ ആയുസ് തന്നിരുന്നില്ലേ? നിങ്ങൾക്ക് ജീവിക്കാൻ പാകത്തിന് ആയുസ് ഞാൻ തന്നിട്ടില്ലേ? മാ യതദക്കറു ഫീഹി മൻ തദക്കറ, കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ഉത്ബുദ്ധരാവാനുള്ള എത്രയെത്ര സന്ദർഭങ്ങൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. വജാഅകുമുൻ നദീർ, ഇങ്ങനെ ഒരു ജീവിതം വരാനുണ്ട്, പരലോകം വരാനുണ്ട്, നരകം വരാനുണ്ട്, മനുഷ്യ മക്കളെ മുഴുവൻ പിടിച്ചു വിചാരണ ചെയ്യുന്ന അള്ളാഹുവിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ കോടതിയുണ്ട് എന്ന താക്കീതുകളുമായി എത്ര മിമ്പറുകൾക്ക് നിങ്ങൾ സാക്ഷികളായിട്ടുണ്ട്, എത്ര ക്ലാസുകൾക്ക് നിങ്ങൾ സാക്ഷികളായിട്ടുണ്ട്, പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ എത്ര തവണ നിങ്ങൾ കേട്ടു തീർത്തിട്ടുണ്ട്, എത്രയെത്ര ഇസ്ലാമിക സമ്മേളനങ്ങൾക്ക് നിങ്ങൾ സാക്ഷികളായിട്ടുണ്ട് എന്നു വേണ്ട എത്രയെത്ര ഉത്ബോധനത്തിന്റെ മരണങ്ങൾ നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചത് നിങ്ങൾക്കുള്ള താക്കീതായിരുന്നു. നിങ്ങളുടെ മുമ്പിലൂടെ ജീവൻ പിടഞ്ഞ് മരണപ്പെട്ടു പോയവർ നിങ്ങൾക്കുള്ള താക്കീതായിരുന്നു. ശവമഞ്ചങ്ങളിലേറി പള്ളിക്കാട്ടുകളിലേക്ക് എടുക്കപ്പെട്ട എത്ര ജീവിതങ്ങൾ നിങ്ങളുടെ മുമ്പിലൂടെ കടന്നുപോയിട്ടുണ്ട്. വജാഅകുമുൻ നദീർ, അതെല്ലാം നിങ്ങൾക്കുള്ള താക്കീതായിരുന്നു. മണ്ണിന്റെയും ഇരുട്ടിന്റെയും ശിക്ഷയുടെയും പുഴുക്കളുടെയും വീട്ടിൽ മീസാൻ കല്ലിന്റെ ചുവട്ടിൽ 6 അടി മണ്ണിൽ മനുഷ്യനെ കിടത്തി വെക്കുന്നത് നിങ്ങളുടെ കൂടെ കുടിച്ചവർ, നിങ്ങളുടെ കൂടെ കളിച്ചവർ, ഇന്ന് കണ്ട് പുഞ്ചിരിച്ച് ഇഷ്ടവാക്ക് ചൊല്ലിയോരെ കാണുകില്ല നാളെ പൊന്നു മക്കളെ എന്ന് പാടി നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെ ഓർത്ത് എത്രയെത്ര നിങ്ങൾ ദുഃഖിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്കുള്ള താക്കീതായിരുന്നു. മരണമെന്ന അള്ളാഹുവിന്റെ അലംഘനീയമായ നിയമത്തിന് മുന്നിൽ നിങ്ങൾ കിടന്നു കൊടുക്കേണ്ടി വരുമെന്ന താക്കീത്, അതിനപ്പുറത്ത് പരലോകത്ത് നിങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന താക്കീത്. പക്ഷേ ആ താക്കീതുകളൊന്നും നമ്മൾ ചെവികൊണ്ടില്ല. നമ്മൾ ഒരു പക്ഷേ ഒരല്പനേരം കരഞ്ഞു തീർത്തു എന്നതിനപ്പുറത്ത് യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നില്ല എന്നതാണ് അള്ളാഹുവിന്റെ വിമർശനം. നിങ്ങൾക്കായി ഒരു ദൂതനെ നിയോഗിച്ചു, നിങ്ങൾക്കായി ഒരു വേദഗ്രന്ഥം അവതരിപ്പിക്കപ്പെട്ടു, നിങ്ങൾക്കായി ഇസ്ലാമിക അധ്യാപനങ്ങളെ അതിന്റെ ആശയ സ്രോതസ്സുകളിൽ നിന്ന് പഠിപ്പിക്കപ്പെടുന്ന എത്രയെത്ര സംവിധാനങ്ങൾ നിങ്ങളുടെ കൈകളിലുണ്ട്. ഒന്നും വേണ്ട, നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫോണ് വൃത്തികേടുകളും അശ്ലീലതകളും കണ്ടു തീർക്കുന്നതിന് പകരം മരണത്തിനപ്പുറമുള്ള ജീവിതമെന്ന സത്യത്തെക്കുറിച്ച് പഠിക്കാൻ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ നമ്മളാരും പരലോകത്തെക്കുറിച്ച് സംശയിച്ചു പോകുമായിരുന്നില്ല. മനുഷ്യമക്കളെ നുരുമ്പിയ എല്ലുകളിൽ നിന്ന് വീണ്ടും പുനർജനിപ്പിക്കപ്പെടുമോ എന്നത് നമ്മുടെ സംശയമായി അവശേഷിപ്പിക്കുന്നു. എങ്കിൽ ശുദ്ധയില്ലായ്മയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന് മരണത്തിനപ്പുറം ഒരു ജീവിതം ഒരുക്കി വെക്കുന്നത് അതിന് കഴിവുള്ളവനാണ് അള്ളാഹു എന്നത് അള്ളാഹുവിന്റെ ഖുർആനിലൂടെയുള്ള അധ്യാപനങ്ങളായിരുന്നു. അത് പഠിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തിയിരുന്നുവെങ്കിൽ ഒരിക്കലും നിങ്ങൾ എന്നോടിപ്പോൾ സമയം ചോദിക്കുകയില്ല എന്നാണ് അള്ളാഹുവിന്റെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഫദൂഖു, ആസ്വദിച്ചു കൊള്ളുക, എൻജോയ് ചെയ്യുക എന്നതാണ്. ഫമാലുല്ലാലിമിന മിൻ നസീർ, ക്രമം തെറ്റി ജീവിച്ചവരെ നിങ്ങൾക്ക് ഒരു സഹായം ഇനി വന്നെത്താനില്ല. ദുനിയാവ് മുഴുവൻ എൻജോയ് ചെയ്യാണ് മനുഷ്യർ. അവർക്ക് നമസ്കാരം വിഷയമല്ല. പള്ളിമുനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന ബാങ്ക് വിജയത്തിലേക്ക് വരൂ എന്ന ശബ്ദം അവരുടെ ജീവിതത്തെ ഒരൽപ്പം പോലും സ്വാധീനിച്ചിട്ടില്ല. അന്തരീക്ഷത്തിൽ മാറ്റൊലി കൊള്ളുന്ന പ്രാപഞ്ചിക സത്യം അവർ ചെവികൊണ്ടില്ല. അള്ളാഹുവിന്റെ വീട്ടിലേക്ക് അവർക്ക് വരാൻ ആയുസ്സുണ്ട്, അവർക്ക് ആരോഗ്യമുണ്ട്, അവരുടെ കയ്യിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ആ വിളിയാളത്തിന് അവർ ഉത്തരം നൽകിയില്ല. വയൗമ യുക്ശഫു അൻ സാഖിൻ ഫയുദഊന ഇല സുജൂദി ഫലാ യസ്തതിഊൻ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല വഖദ് കാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. അവരെ സുജൂദ് ചെയ്യാൻ അള്ളാഹു വിളിച്ചിരുന്നു. പള്ളിമുനാരങ്ങളിൽ നിന്ന് അവർ വിളി കേട്ടിരുന്നു. വഹും സാലിമൂൻ ഐ ഖാദിരീന അലാ അൻ യഅ്തൂ ലിൽ ജമാഅ, ജമാഅത്തിന് വരാൻ അവർക്ക് ശേഷിയുണ്ടായിരുന്നു. പക്ഷെ അവരാരും ആ വിളിക്ക് ഉത്തരം നൽകിയില്ല. അതുകൊണ്ട് വയൗമ യുക്ശഫു അൻ സാഖിൻ, ഇന്ന് കണങ്കാല് വെളിപ്പെടുന്ന ദിവസമാണ്. ഫയുദഊന ഇല സുജൂദി, പടച്ച റബ്ബിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടുന്ന ദിവസമാണ്. പക്ഷേ ഫലാ യസ്തതിഊൻ, മുട്ടുവഴങ്ങുകയില്ല, സന്ധി ചലിക്കുകയില്ല. മനുഷ്യർക്ക് അതിന് കഴിയില്ല. അവരുടെ മുട്ടോ അവരുടെ നടുവോ അതിന് വഴങ്ങുകയില്ല. അത്രമേൽ അള്ളാഹുവിന്റെ കോടതിയിൽ പ്രയാസപ്പെടുന്ന ഘട്ടത്തെക്കുറിച്ചുള്ള താക്കീതുകൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉത്ബുദ്ധരാവാൻ എത്രയെത്ര പ്രകൃതി ദുരന്തങ്ങൾ കടന്നുപോയി, എത്രയെത്ര മലവെള്ളപ്പാച്ചിൽ കടന്നുപോയി. മനുഷ്യ
സ്വപ്നങ്ങളെ നക്കിത്തുടച്ച എത്ര ദുരന്തങ്ങൾക്ക് മനുഷ്യർ സാക്ഷികളായി, കൂട്ടമരണങ്ങൾക്ക് മനുഷ്യർ സാക്ഷികളായി. ഒരു കുടുംബം ഒന്നടങ്കം മരണപ്പെടുന്ന വാർത്തകൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജീവിതത്തിന്റെ ഈ യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക് തിരിച്ചു വരാതെ ടറഫുകളിൽ വിരാജിക്കുന്നവർ, ടറഫ് മാത്രം അവരുടെ ഒരു തരം ഭ്രാന്തായി അവശേഷിക്കുമ്പോൾ, ഇതുപോലെയുള്ള സംഗീതങ്ങൾ മാത്രം ഓരോരുത്തരുടെയും ഭ്രാന്തായി അവശേഷിക്കുമ്പോൾ, എന്റർടൈൻമെന്റുകളും ഉല്ലാസയാത്രകളും ജീവിതത്തിന്റെ ലഹരിയാക്കി തളച്ചിടപ്പെടുമ്പോൾ, കള്ളും പെണ്ണും ആസ്വാദനങ്ങളും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളായി കൊണ്ടു നടക്കുമ്പോൾ, അള്ളാഹുവിന്റെ കൽപ്പനകളെ ലംഘിച്ചതിന്റെ ദുരന്ത ഫലമാണ് മരണാനന്തര ജീവിതത്തിൽ അനുഭവിക്കുക എന്നതാണ് നാം ഇവിടെ പഠിപ്പിക്കപ്പെടുന്നത്. നഹാറൂക ബത്വാനുൻ, പകല് മുഴുവൻ നീ തിന്ന് മുടിച്ച് ജീവിക്കുന്നു. വലൈലൂക നായിമുൻ, രാത്രിയോ നീ സുഖമായി കിടന്നുറങ്ങുന്നു. വഐശൂക യാ മിസ്കീനു ഐശൽ ബഹായിം, നാൽക്കാലികളുടെ ജീവിതം എന്നതിനപ്പുറത്ത് വീണ്ടു വിചാരത്തിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യം ഏറ്റവും ഉത്കൃഷ്ടനായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർക്കുണ്ടോ എന്ന് ഈ ആശയ കവിത നമ്മുടെ മുമ്പിൽ ഒരു ചിന്തനീയമായ ആശയത്തെ അവശേഷിപ്പിക്കുകയാണ്. അതുകൊണ്ട് തസവ്വദ് മിന തഖ്വ, നിനക്ക് വേണ്ടത് തഖ്വയാണ്. ഫഇന്നക ഗായിബുൻ, നീ ഈ ലോകത്തോട് വിട പറയാനുള്ളതാണ്. ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു മിനൽ ഗദി, നാളെ നേരം പുലർന്നാൽ നീ ഉണ്ടാകുമോ? ഇന്നത്തെ രാത്രിയോടുകൂടി നീ ഈ ലോകത്തോട് വിട പറയുമോ എന്ന വിഷയത്തിൽ നിനക്ക് യാതൊരു ഗ്യാരണ്ടിയുമില്ല. അതുകൊണ്ട് തിന്നുന്നു, ഉറങ്ങുന്നു, കുടിക്കുന്നു, ആസ്വദിക്കുന്നു എന്നതിനപ്പുറത്ത് ഈ നൽകപ്പെട്ട ജീവിതത്തെക്കുറിച്ച് ഗൗരവത്തോടുകൂടി ചിന്തിക്കുക എന്നതാണ് ഇസ്ലാം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അള്ളാഹു നൽകിയ ഓരോ ആയുസ്സും വിലപ്പെട്ടതാണ്. നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. ഓരോ നിമിഷങ്ങളും നിമിഷാർദ്ധങ്ങളും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ട സമയത്തെ ഇന്ന് നമുക്ക് നിസ്കരിക്കാൻ, സുജൂദ് ചെയ്യാൻ ആഫിയത്തുണ്ട്. നാളൊരു പക്ഷേ ഉടുതുണിയിൽ കാഷ്ടിച്ച്, ഉടുതുണിയിൽ മൂത്രിച്ച് എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ശയ്യാവലംബികളായി ഒരു വേള ബുദ്ധിമന്ദീഭവിച്ചവരായി മാറുന്ന ഒരു തകർച്ചയിലേക്ക്, ഒരു പരീക്ഷണത്തിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെട്ടേക്കാം. ഇന്ന് നമുക്ക് നോമ്പെടുക്കാനുള്ള ശക്തിയുണ്ട്. ഇന്ന് ഉംറക്ക് പോകാനുള്ള സമ്പത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഇന്ന് ഹജ്ജ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ട്. ഇന്ന് നമ്മുടെ കണ്ണുകൾക്ക് കാഴ്ചശക്തിയുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ താളുകളിലൂടെ കണ്ണോടിക്കാനുള്ള സമയവും സാവകാശവും നമുക്കുണ്ട്. വയസ്സായി കണ്ണ് കാണാതെ ഒരു ഖുർആൻ ഓതാൻ ആഗ്രഹമുണ്ടായിട്ടും സാധിക്കാത്ത അവസ്ഥകൾ നമുക്ക് വന്നേക്കാം. അതുകൊണ്ട് ശബാബക ഖബ്ല ഹറമിക എന്ന് പറഞ്ഞില്ലേ, നിന്റെ ജരാനരകൾ ബാധിച്ച് തൊലികൾ ചുക്കിച്ചുളിഞ്ഞ് എല്ലുകൾ പൊടിയുന്ന ഒരു അങ്ങേയറ്റത്തെ അവസ്ഥയിലേക്ക് നീ എടുത്തെറിയപ്പെടുന്നതിന് മുമ്പ് നിന്റെ യൗവനത്തെ നീ പരലോകത്തിന് വേണ്ടി അടയാളപ്പെടുത്തിക്കോ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു തരുന്ന ഈ സമയം എന്നേക്കുമായി വിട പറയുന്നതിന് മുമ്പ് ഒരു വീണ്ടു വിചാരത്തിനും, ഒരു തിരിച്ചുവരവിനും, ഒരു തിരുത്തലിനും, ചിലതിനെ തുരത്തലിനും വിധേയമാക്കണമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നന്നായി ജീവിക്കാനുള്ള തൗഫീഖ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹാദരനരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും അനുസരിച്ചും പാലിച്ചും ഓരോ കാലടിയും മുന്നോട്ട് വെക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, ഉത്തമർ, മൻ ത്വാല ഉംറുഹു, ദുനിയാവിൽ ആയുസ് നീട്ടിക്കിട്ടുന്നവരും, വഹസുന അമലുഹു, ആ നീട്ടിക്കിട്ടിയ ആയുഷ്കാലം മുഴുവൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിച്ചവരുമാണ് എന്നതാണ്. അള്ളാഹു ഒരു വേള നമുക്കൊക്കെ 50ലേക്കും 60ലേക്കും 70ലേക്കും പ്രവേശിക്കാൻ ഭാഗ്യം തന്നിട്ടുണ്ട്. ഈ കാലം അത്രയും സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയവരാണ് മനുഷ്യരിൽ ഏറ്റവും നല്ലവരും ഭാഗ്യവാന്മാരും. എന്നാൽ ശർറുന്നാസി, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചീത്ത, ഏറ്റവും മോശപ്പെട്ടവർ, മൻ ത്വാല ഉംറുഹു,
അവർക്ക് ആയുസ് നീട്ടിക്കിട്ടിയിട്ടും വസാ അമലുഹു, അവരുടെ അമലുകൾ വളരെ മോശപ്പെട്ടൊരവസ്ഥയിൽ കൊണ്ടുപോകുന്നതാണ് എന്നതാണ്. ജരാനരകൾ ബാധിച്ചിട്ടും ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു എന്നതിന്റെ അടയാളങ്ങൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും വീണ്ടും തിന്മയുടെ രുചി ആസ്വദിച്ചു നടക്കുന്നവരാണ് മനുഷ്യരുടെ കൂട്ടത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ടവർ എന്നാണ്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സലാസത്തുൻ, 3 വിഭാഗം ആളുകളുണ്ട്. ലാ യൻദുറുല്ലാഹു ഇലൈഹിം, അല്ലാഹു അവരെ നോക്കുക പോലുമില്ല. വലാ യുകല്ലിമുഹും, അവരോട് സംസാരിക്കുകയില്ല. വലാ യുസക്കിഹിം, അവരെ സംസ്കരിക്കുകയില്ല. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്നാണ്. ആരാണ് ഈ പറയപ്പെട്ട ദുരന്തത്തിന് ഇരയായവർ? നാളെ പരലോകത്ത് വന്നെത്തുമ്പോൾ അള്ളാഹുവിന്റെ കാരുണ്യമില്ലാതെ രക്ഷപ്പെടുകയില്ല. പടച്ച റബ്ബ് കേൾക്കാൻ കൂട്ടാക്കാതെ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. പക്ഷെ അള്ളാഹു ഒന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കാത്ത, ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത, യാതൊരു സംസ്കരണത്തിനും വിധേയമാക്കാത്ത പാപികൾ എന്ന് ചാപ്പകുത്തിയവർ ആരാണ്? ഒന്ന് ഷെയ്ഖുൻ സാനിൻ, ജരാനരകൾ ബാധിച്ചിട്ടും ലോഡ്ജിലൂടെയും റെസ്റ്റോറന്റുകളിലൂടെയും വ്യഭിചാരത്തിന്റെ സുഖം ആസ്വദിച്ച് നടക്കുന്ന വയസ്സ് മുതിർന്ന ആളുകളാണ് എന്നാണ്. അത്രമേൽ വലിയ ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ അപഹസിക്കപ്പെടുന്നതിന്റെ കാരണമെന്താണ്? പലപ്പോഴും സ്ത്രീ സുഖങ്ങളെ തേടിക്കൊണ്ടാണ് പലരും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും തിരുത്താനായിട്ടില്ല. തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ അവസരങ്ങൾ, പടച്ചവനോട് മാപ്പ് ചോദിക്കാനുള്ള സമയങ്ങൾ നീട്ടിക്കിട്ടിയിട്ട് പോലും അതിന് കൂട്ടാക്കാത്ത ചില മനുഷ്യരെ നമുക്ക് കാണാം. ഇവിടെ ഒരു വാചകം പ്രസക്തമാണ്. ഇസ്തിഖാലുക ബഅദ അൻ-നൗമി മഅനാഹ അന്നല്ലാഹ അംഹലക യൗമൻ ആഖർ ലിതതൂബ വലൈസ ലിതുക്മില അൽ-മആസി അൽ-അംസി. ഇദാ നീ ഒരു പക്ഷേ ഇസ്തിഖാലുക മിനൻ-നൗം, ഉറക്കത്തിൽ നിന്ന് നീ ഉണർന്നിട്ടുണ്ടാകാം. പക്ഷേ അത് മഅനാഹു, അതിന്റെ അർത്ഥം അന്നല്ലാഹ അംഹലക യൗമൻ ആഖർ, ഒരു പുതിയ ദിവസത്തെ പടച്ച റബ്ബ് നിനക്ക് തന്നതാണ്. ലിതതൂബ, അല്ലാഹുവേ മാപ്പ് നൽകണേ എന്ന് പറയാൻ. വലൈസ ലിതുക്മിലൽ മആസി അൽ അംസി, ഇന്നലത്തെ പാപങ്ങളെ പൂർത്തീകരിക്കാനുള്ള അവസരമല്ലാതെ ഒരു പക്ഷേ നീ നേരം വെളുത്തപ്പോ ഉണർന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹ് മാപ്പ് എന്ന് പറയാൻ നിനക്കുള്ള അവസരമാണ്. അതൊരിക്കലും നിനക്ക് നിന്റെ പാപത്തെ പൂർത്തീകരിക്കാനുള്ള ഒരു പുതിയ ദിവസത്തെ തന്നതല്ല. ലഖദ് മുനിഹത ലൈലൻ ഉഖറ, നിനക്കൊരു അടുത്ത രാത്രി തന്നത് ഖാരിജ ഖബരിക, നിന്റെ ഖബറിന്റെ പുറത്ത് ഒരു ദിവസം തന്നു എന്നതാണ് എന്ന് നീ ഓർക്കണമെന്നാണ്. 2026 ഈ പറയുന്ന ജനുവരി 11 എന്ന ഒരു ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ ജനുവരി 11 എന്ന ഡേറ്റ് ഖബറിന്റെ പുറത്ത് പാപമോചനം തേടാൻ ഒരു അവസരം തന്നു എന്ന് മനസ്സിലാക്കിക്കോ എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ നന്മയിൽ കരുപിടിപ്പിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പാപത്തിൽ തളച്ചിടാനല്ല എന്നും ഒരു തിരിച്ചറിവുകളാവട്ടെ ഈ റമളാനൊക്കെ തണൽ വിരിച്ച ഒരു ദിവസത്തിൽ നമുക്ക് ഓർമ്മ വരേണ്ടത്. ഒരു അവസരം പടച്ച റബ്ബ് നൽകുകയാണ്. ആയുസ്സിലേക്ക് ഇൻഷാ അല്ലാഹ് ഒരു റമളാൻ നേടിക്കിട്ടിയാൽ അതൊരു മഹാസൗഭാഗ്യമായിരിക്കും. ഒരു പുരുഷായുസ്സിനെ അടയാളപ്പെടുത്താനുള്ള സൗഭാഗ്യം. ആ ഒരു റമളാൻ അതിനെ കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രതീക്ഷിച്ചിരിക്കുകയും അതിലേക്ക് അവസരം കാത്തിരിക്കുകയും അതിനുവേണ്ടി മുന്നൊരുക്കുകയും ചെയ്യേണ്ട മാസങ്ങളിലൂടെയാണ് മാഷാ അല്ലാഹ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ടൊരു വീണ്ടും വിചാരത്തിന്റെയും ഒരു തിരിച്ചുവരവിന്റെയും സമയമായി ഇൻഷാ അല്ലാഹ് റജബിനെയും ശഅബാനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് വിശ്വാസികൾ മുന്നോട്ട് പോകണം. ആവേശം അലതല്ലുന്ന ഒരു പരലോക ജീവിതത്തിനു വേണ്ടി അമലുകൾ ഒരുക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക്, ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ഒരു തെളിച്ചത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം വിട്ടു പോകും മുമ്പ് നന്നാവാനുള്ള മനസ്സ് നൽകി നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച അനവധി നിരവധി പാപങ്ങളുണ്ട്. ചെറുതും വലുതുമായി വന്നുപോയ തെറ്റുകൾ ഞങ്ങളോട് മാപ്പാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഒരു നിലക്കും നാളെ പരലോകത്ത് പ്രതികളാവാത്ത വിധം ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. ഞങ്ങളുടെ സൽക്കർമ്മങ്ങൾക്ക് വമ്പിച്ച തോതിലുള്ള പ്രതിഫലം തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ അല്ലാഹുവേ, ശാരീരികമായ അവശതകൾ കൊണ്ടും വേദനകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പൂർണ്ണമായ ശമനം തന്ന് ഞങ്ങളോട് കരുണ കാണിക്കണം റഹ്മാനെ. അല്ലാഹുവേ, മാറാ രോഗങ്ങൾ കൊണ്ട് മഹാമാരികൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് യാത്രയാൻ, സാമ്പത്തികമായ ഭാരങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവർ, അല്ലാഹുവേ, താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തരുതേ അല്ലാ. ഞങ്ങളോട് കരുണ കാണിക്കണമേ അല്ലാ. ഞങ്ങളുടെ ഉപജീവനത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ജോലിയിലും കൂലിയിലും നിന്റെ റഹ്മത്തും ബറക്കത്തും നിറച്ചു നൽകണമേ അല്ലാ. ഞങ്ങളുടെ കടം നീ വീട്ടി നൽകണമേ അല്ലാ. അല്ലാഹുവേ,
ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ ഇന്ന് ഖബറിലാണ്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഉപ്പ, ഇഷ്ടഭാജനങ്ങൾ, കൂടപ്പിറപ്പുകൾ, ആദർശ ബന്ധുക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളുടെ മക്കൾ, അല്ലാഹുവേ അവരുടെ ഖബറിടം നീ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കണമേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. ലോകത്തിന്റെ മുക്കുമൂലകളിൽ മുസ്ലിമീങ്ങളായതിന്റെ പേരിൽ ക്രൂരമായ ഉപദ്രവങ്ങൾക്ക് ഇരകളാകുന്ന ഒരുപാട് സഹോദരങ്ങൾ ഞങ്ങൾക്കുണ്ട്. അല്ലാഹുവേ അവർക്ക് നിന്റെ ആകാശ ലോകത്തു നിന്നുള്ള സഹായം ഇറക്കി കൊടുക്കണമേ അല്ലാ. ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് ഞങ്ങളെ തുരത്താൻ ധാരാളക്കണക്കിന് കരുനിയമങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു സംഘം ഇവിടെയുണ്ട്. അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണമേ അല്ലാ. അല്ലാഹുവേ മരണം വരെ നിനക്ക് മുന്നിൽ സുജൂദ് ചെയ്യാൻ നിർഭയത്വവും സ്വാതന്ത്ര്യവുമുള്ള ഒരു മണ്ണ് ഞങ്ങൾക്ക് തിരിച്ചു നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ സ്വർഗപൂങ്കാവനത്തിലേക്ക് പോകുന്നവരിൽ ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ അല്ലാ. കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ അല്ലാ. സ്വർഗപൂങ്കാവനത്തിൽ ഇടം നൽകണമേ അല്ലാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا تقبل منا دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين.